ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ബാലൻ മക്കളോട് തന്നോട് കാണിച്ച മര്യാദകേടിനെ പറ്റി ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾക്കൊന്നും പറയാനില്ല. അപ്പോഴാണ് നമ്മുടെ അലീന റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അലീനയെ കണ്ടപ്പോഴത്തേക്കും കോലി കയറി തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ ഒന്നും മിണ്ടാതെ കൃഷ്ണൻ ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. നിങ്ങളൊന്നും ചെയ്തില്ല എനിക്ക് വേണ്ടി, പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്താ ചെയ്തേ? ആ ക്രിമിനൽസിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരാരും ക്രിമിനൽസ് അല്ലല്ലോ അച്ഛാ, ഹരിയും രാജീവ് അച്ഛനും അല്ലേ എന്ന് നമ്മുടെ രോഹിത് ചോദിക്കുമ്പം ക്രിമിനൽസ് അല്ലേ അവരെ? അല്ലേന്ന് ചോദിച്ചു. ആ നിൽക്കുന്ന അലീനയെ മയക്കുമരുന്ന് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഹരി ഒന്നാം തരം ക്രിമിനൽ അല്ലേ? ആണോടാ എന്ന് മോനോട് അച്ഛൻ ചോദിക്കുക. മോൻ്റെ ഉത്തരം മുട്ടി, മിണ്ടാട്ടം മുട്ടി, മിണ്ടാനും ഉത്തരങ്ങളില്ല, വാക്കുകൾ പോലും ഇല്ല. ഇത് കേട്ട അലീന ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് വൈജ ഭയങ്കര ഇതായിട്ട് നിൽക്കുക കേട്ടോ. അവൻ്റെ കൂടെ ചേർന്ന് ആ ക്രൈമിൽ പങ്കാളിയായ നീ ആരാടാന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ അമ്മയ്ക്കോ മക്കൾക്കോ? ഒന്നും പറയാനില്ല, ഇങ്ങനെ നിൽക്കുക. അമ്മ അവിടെ തൊലി ഉരിഞ്ഞു നിൽക്കുകയാണ്. അലീന ദയനീയമായിട്ട് അമ്മയൊന്ന് നോക്കി. അന്നേരവും അമ്മ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന കംപ്ലൈൻറ്റ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങളെ പോലീസ് പിടിക്കാത്തത് കൊണ്ടും നീയും അവനും ക്രിമിനൽസ് അല്ലാണ്ട് ആവുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? ഒന്നുമില്ല, മിണ്ടാണ്ട് നിന്ന് കേൾക്കാനേ നിവർത്തിയുള്ളൂ, കേൾക്കണമുണ്ട്. ഇതൊക്കെ ഭയങ്കര കലിപ്പായിട്ട് കേട്ടോണ്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജക്കുഞ്ഞമ്മ. അലീനയ്ക്കാണ് പേടിയായിട്ടും പാടില്ല. അത് അവിടെ നിന്ന് കരയണോ ചിരിക്കണോ എന്നെ ചെയ്യണ്ടേന്ന് അറിയേണ്ടത് അവിടെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ രാജീവൻ അങ്കിള് എൻ്റെ കോമ്പൗണ്ടിൽ ഞാൻ കരം കൊടുക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി ഞാൻ അറിയത് എന്ത് പോക്രിത്തരം കാണിക്കാനുള്ള ലൈസൻസ് നിങ്ങളെ കുഞ്ഞമ്മാവനുണ്ടോ? കൊണ്ടോടി ബബിതേ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു ബബിത അച്ഛനോട്. ആര് കൊടുത്തു ആ തെമ്മാടിക്കുന്നതിനുള്ള സമ്മതം? നിങ്ങളുടെ അമ്മയാണോ കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയ്ക്ക് മിണ്ടാൻ പറ്റണില്ല. വൈജ മിണ്ടണില്ല, മിണ്ടാണ്ട് നിന്ന് കേൾക്കുക. ഇതൊക്കെ പുറകെ വരുന്നുണ്ട് എല്ലാം കൂടെ. അതിനുള്ളൊരു ചെറിയൊരു സൈലൻസ് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഇതൊക്കെ കേട്ട് അലീന പേടിച്ച് നിൽക്കുക. പറ, ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ആ തെമ്മാടിയുടെ കൂടെ ചേർന്നത്? പറയാൻ പറഞ്ഞു അച്ഛൻ മക്കളോട്. മക്കൾക്ക് മിണ്ടാട്ടം ഇല്ല. അപ്പൊ ആര് പറഞ്ഞിട്ടാന്ന് ചോദിച്ചപ്പോൾ അമ്മയാന്ന് പറഞ്ഞു. ദേ കിടക്കുന്ന ചട്ടിയും കല്ലും എല്ലാം കൂടി മക്കൾ അമ്മയെയും ഒറ്റ കൊടുത്തു. അത് കേട്ടപ്പോഴും അലീന പേടിച്ച് വരച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നിന്റെ അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ നിന്ന് ശ്രീധരമായിട്ട് കിട്ടിയ വീടല്ല ഇതെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ഇത് ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ പണിത വീടാ, അച്ഛനാണ് നികുതി അടയ്ക്കുന്നത്. അമ്മ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് അലീനയല്ല, അലീന ചേച്ചി. നിന്നോട് ഞാൻ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ബാലൻ ബബിതയോട് ചോദിക്കുമ്പോൾ ബബിത ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പേടിച്ചിട്ട്. അപ്പോഴത്തേക്കും രോഹിത്തിന് ഭയങ്കര കലിപ്പ്, പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചേച്ചിന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് വൈജ അലീനയെ തുറച്ച് നോക്കുവാണ്. അലീന ചേച്ചിയെ പുറത്താക്കിയാലേ ഈ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ എന്ന്. അപ്പം അലീനയെ പുറത്താക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക? ഈ കുടുംബം തകർന്നു പോകുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആര് തകർക്കുമെന്ന് പറഞ്ഞു? അലീന ചേച്ചി തകർക്കുമെന്ന് പറഞ്ഞെന്ന് ബബിത പറയുക. അപ്പം എങ്ങനെയാ തകർക്കുന്നത് അതും കൂടെ ഒന്ന് പറയാൻ പറഞ്ഞു. അവളുടെ കയ്യിൽ എന്താടി ബോംബുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഇല്ലാന്ന് പറഞ്ഞു. തോക്കുണ്ടോ അവളുടെ കയ്യിൽ? മിഷൻ ഗൺമെല്ലുണ്ടോ? അപ്പോൾ ഇല്ല. അവൾ ഒരു ഇരുമ്പ് കൂടം വെച്ച് ഇവിടെയുള്ളവരുടെ തലക്കടിച്ച് എല്ലാവരെയും അങ്ങ് കൊല്ലുമെന്ന് ചോദിച്ചു. ഇതിനെല്ലാം മറുപടി ഉണ്ടോ? ബുൾഡോസറോ JCBയോ കൊണ്ടുവന്ന് ഈ വീട് മുഴുവൻ ഇടിച്ചവൾ കളയോ? അങ്ങനെയൊന്നും അല്ല അച്ഛാ. പിന്നെ എങ്ങനെ അലീന വീട് തകർക്കും? എന്തെങ്കിലും ഒരു ഉദാഹരണം നീ പറ. അലീന നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ പറയാൻ പറഞ്ഞു. മക്കൾക്കും എല്ലാം പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. മക്കൾ ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ വൈജ ഇങ്ങനെ അലീനയെ തന്നെ സൂക്ഷിച്ച് നോക്കുവാണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് മൊട്ടസൂചി കൊണ്ട് അറിയാതെ ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അതും ഒരു വലിയ കുറ്റമായിട്ട് തന്നെ ഞാൻ കണക്കിലെടുത്തോളാം. പറ, എന്തെങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്കൊന്ന് വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എനിക്കും പോകണ്ട അല്ലേടി ഇതും ചോദിച്ചോട്ട് ബാലനങ്ങ് സംഹാര താണ്ഡവം ആടുമല്ലേ. വൈജയുടെയും മക്കളുടെയും മുന്നിൽ കിടന്ന് വൈജയെ മിണ്ടാട്ടം മുട്ടിച്ച് മൂലയ്ക്ക് ചവിട്ടിക്കൂട്ടി ഒതുക്കി ഇട്ടിരിക്കുക നമ്മുടെ ബാലൻ. പാവ അലീന പേടിച്ച് നിൽക്കുക കേട്ടോ. അപ്പം എന്തോന്നാടി ഇത്? 19 വയസ്സായില്ലേ നിനക്ക്? നിനക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലേ? കാഴ്ചപ്പാടില്ലേ? ചിന്തയില്ലേ? ഒന്നുമില്ലേ? എല്ലാം അമ്മയുടെ കണ്ണിലൂടെയാണോ നീ കാണുന്നത്? അങ്ങനെയാണോ? എന്ന് അച്ഛൻ മോളോട് ചോദിക്കാം. മോക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. മകനാണ് പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. മിണ്ടിയാലും കാര്യമില്ല എന്ന് മോൻ അറിയാം. അതുകൊണ്ട് നിന്നെയൊക്കെ ഞാൻ എന്തിനാ സ്കൂളിലും കോളേജിലും വിടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പഠിക്കാനാന്ന് പറഞ്ഞു. എന്തു പഠിക്കാൻ? മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം പഠിക്കണം. തെറ്റും ശരിയും എന്താണെന്ന് ആദ്യം പഠിക്കണം. സത്യവും അസത്യവും തിരിച്ചറിയാൻ നീ പഠിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാനും അവരുടെ ചെവിയിലൂടെ കേൾക്കാനും
അവരുടെ നാവിലൂടെ സംസാരിക്കാനും അല്ല പഠിക്കേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. ബബിത നിന്നങ്ങ് ഉരുകുക. ഓഹോന്നും പറഞ്ഞു വൈജ ഇങ്ങനെ നിൽക്കുക കേട്ടോ, പല്ലൂർമിയും ഭയങ്കര കലിപ്പില്. അലീന ഇതൊക്കെ കണ്ട് കിളികളാ വിറച്ചാ നിൽക്കുന്നത്. നിങ്ങളെന്താ നിങ്ങളെ രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോകാതെ ഇവിടെ തന്നെ അങ്ങ് തങ്ങിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുടെ കൂടെ പോകാനാ അച്ചാന്ന് ചോദിച്ചോ? കുഞ്ഞമ്മാവിന്റെ ഹരിയേട്ടൻ്റെയും കൂടെ. അവരല്ലേ ആപത്ത് നേരത്തെ ഓടി വന്ന് ഈ കുടുംബം തകർന്ന് തരിപ്പണമാകാതെ രക്ഷിച്ചവര്, അവരല്ലേ രക്ഷകര്. അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ? അവരുടെ കൂടെ പോവല്ലായിരുന്നോ വേണ്ടത്? ഇവിടെ ഞാനിങ്ങനെ ബഗനെ പോലെ നിൽക്കുകയല്ലേ രാക്ഷസൻ, എല്ലാം തകർത്തു വാരാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഓടി രക്ഷപ്പെടുകയല്ലേ വേണ്ടത് എൻ്റെ മുന്നിൽ നിന്ന്, അതല്ലേ ചെയ്യേണ്ടത്. എന്താ ചെയ്യാത്തേ? ബബിത അന്നേരം രോഹിത്തിനെ ഇങ്ങനെ നോക്കുക. കൃഷ്ണ ഇതെല്ലാം കേട്ട് പുറകിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കുമല്ലേ. നീ എന്താണോ ഒന്നും മിണ്ടാത്തേ? ഈ ചോദ്യങ്ങളെല്ലാം നിന്നോടും കൂടിയാ, നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് അച്ഛൻ മോനോട് ചോദിച്ചു. മോനും വല്ലതും പറയാനുണ്ടോ? മോനും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നിനക്കെന്താടാ ഒന്നും പറയാനില്ലേ എന്ന് ബാലൻ മോനോട് ചോദിക്കുക. ഇതിനാണോടാ നിന്നെയൊക്കെ ഞാൻ വളർത്തിയത്, പഠിപ്പിച്ചത്? ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കാൻ ആണോടാ? മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പോയി പറയണം, നെഞ്ചു വിരിച്ചു നിന്ന് പറയണം, അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരല്ല, അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസമല്ല, അച്ഛൻ്റെ ഏകാധിപത്യം ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു, അച്ഛൻ്റെ പ്രവർത്തികളിൽ ഞങ്ങൾക്ക് സംശയവും അമർഷവും ഉണ്ട്. തുറന്നു പറയാനുള്ളത് മുഖത്ത് നോക്കി തുറന്നു പറയുക തന്നെ വേണോടാ. വെറുതെ ഓരോന്ന് പറഞ്ഞാൽ പോരാ, റെഫറൻസും റെലവൻസും റെസ്പോൺസിബിലിറ്റിയും വേണം പറയുന്ന കാര്യങ്ങളിൽ. മനസ്സിലായോ എന്ന് ചോദിച്ചു. മക്കൾക്കും എല്ലാം പറയാനുണ്ടോ? മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഉണ്ടെങ്കിൽ നീ പറയടാ, ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോഴും മക്കൾ രണ്ടുപേരും തല കുരിച്ച് ഇങ്ങനെ നിൽക്കുക, മിണ്ടാട്ടമില്ല. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അമ്മ കിട്ടവല്ല, അതുകൊണ്ട് അത് മാത്രം പറയാൻ അറിയാം, വേറെ ഒന്നും അറിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലനങ്ങ് എന്നെ പറയണ്ടേ, അല്ല കൈ അടിക്കാവുന്ന രീതിയിൽ ബാലൻ ഗോള് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അലീനയാണെങ്കിലും പേടിച്ച് വരച്ചിങ്ങനെ ഇവിടെ നിൽക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താവും എന്നറിയത്തില്ലല്ലോ. അലീന നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് അലീനയെ ബാലൻ്റെ അടുത്തേക്ക് വിളിച്ചു. പോകാൻ പേടി, അലീന പേടിച്ച് ഇങ്ങനെ നിൽക്കുക. നിന്നോടാ പറഞ്ഞ് ഇങ്ങ് വരാൻ. അപ്പോൾ അലീന ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. അന്നേരത്തേനും വൈജയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, എന്നാന്നറിയാനുള്ള ക്യൂരിയോസിറ്റി, എന്നെ കാണിക്കാൻ പോണേന്നുള്ള ആ ഒരു ഇതാ. അപ്പോൾ അലീന ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ഒന്നും എന്താണെന്നറിയില്ല, അലീന ഇങ്ങനെ ബാലനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയെ ഇങ്ങനെ തോളിലേക്ക് ചേർത്ത് ഇങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്കും വൈജയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. രണ്ട് കൈ എടുത്ത് അലീനയുടെ രണ്ട് തോളിലും ഇങ്ങനെ പിടിച്ചു. അപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ടെൻഷൻ. വൈജ നിന്നങ്ങ് തുറിച്ചു നോക്കി ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ അലീനയുടെ തോളിൽ കൈ വെച്ചിട്ട് വൈജയുടെ നേരെ ഒന്ന് നോക്കി നമ്മുടെ ബാലൻ. അപ്പോഴത്തേക്കും ബബിതയ്ക്കും അതുപോലെ മകനും ഒക്കെ ടെൻഷൻ. എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയുക, ഇന്ന് മുതൽ അലീന ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല, സെർവൻ്റ് അല്ല, അനാഥയും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ വൈജ. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു, മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. തൻ്റെ കൂടപ്പറപ്പുകളെ നോക്കി നിന്ന് ചിരിക്കുക. അതുങ്ങളാണെങ്കിൽ അലീനെ കൊല്ലാനുള്ള കലിയിൽ നിൽക്കുക. ദേ ബാലചന്ദ്ര മേനോൻ്റെ മകളാണെന്ന് ബാലൻ പറയുമ്പോഴത്തേക്കും വൈജ ഞെട്ടി. ഇത്രയും നേരം വേറെ ചിന്തകളൊക്കെ ആയിരുന്നില്ല, അത് ആ വഴിക്ക് പോയി. മകളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ ഞെട്ടി ഇങ്ങനെ നിൽക്കുക. അതായത് ബബിതയും രോഹിത്തും. അപ്പോൾ നമ്മുടെ കൃഷ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. കൃഷ്ണ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ അമ്മയെ നോക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ശരിക്കും സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അവിടെ. ബാലൻ ആ ഒരു തീരുമാനം അവിടെ അറിയിച്ചത് എല്ലാവർക്കും ഭയങ്കര ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ അലീനയെ ചേർത്ത് പിടിച്ച ഇന്ന് മുതൽ എൻ്റെ മകളായി ഇവളിവിടെ ഉണ്ടാകുമെന്നും ബാലൻ എല്ലാവരോടുമായിട്ട് പറയാം. നിങ്ങൾക്ക് 3 പേർക്കും ഉള്ളതുപോലെ തുല്യ അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും എല്ലാം ഇവൾക്കും ഉണ്ടാകും ഈ വീട്ടിൽ നിന്ന് ബാലൻ ഇങ്ങനെ ഇവരോട് പറയാം. കൃഷ്ണയ്ക്ക് ഭയങ്കര സന്തോഷം. ഇവൾ നിങ്ങൾ 3 പേരുടെയും ചേച്ചിയാണെന്നും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണമെന്ന് പറഞ്ഞു. ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ബോർഡിങ്ങിലോ ഒക്കെ താമസ സൗകര്യവും ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞു. മക്കളും മിണ്ടുന്നില്ല, വൈജയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വൈജയ്ക്ക് ഭയങ്കര കലിപ്പുണ്ട്. പക്ഷെ വൈജ മിണ്ടാട്ടം മുട്ടിയതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തെങ്കിലും എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, പിന്നെ പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്നും പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. അലീന കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിമാനക്ഷതം, തലവേദന, ശാരീരിക ക്ലേശം, അസൗകര്യം ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയാം എന്ന് ബാലൻ പറഞ്ഞു. കാര്യകാരണ സഹിതം വേണം എന്ന് പറയാൻ, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും എന്നും ബാലൻ ഇവരോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
നല്ല ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയായിട്ട് നമ്മുടെ കൃഷ്ണമോള്. രോഹിത്തിന് ഭയങ്കര കലിപ്പ്. രോഹിത് ഇങ്ങനെ പല്ലിറുമ്മി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതുപോലെ ശരി, എനിക്കൊരല്പം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് ബാലൻ മുകളിലോട്ട് കയറിപ്പോയി. ബാലൻ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ബബിത പോയി, രോഹിത്ത് പോയി, അതുപോലെ കൃഷ്ണ ഇങ്ങനെ വന്ന് അലീനയുടെ അടുത്ത് നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചി, അതായത് വൈദ്യ ചേച്ചി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കൃഷ്ണ നേരെ അലീനയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അലീനയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കും അലീനയെ. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ഭയങ്കര ഒരു വെപ്രാളം കയറി നോക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണ അലീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചിക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചു. സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും സന്തോഷമായെന്ന് കൃഷ്ണ അലീനയോട് പറയാം. ഞാൻ പോയി ചായ ഇടാം കേട്ടോ. അപ്പോൾ ജോലിയാണോ പിന്നെ? അപ്പോൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെയല്ലേ, നിങ്ങളുടെ എല്ലാം ചേച്ചിയല്ലേ, ഞാൻ എല്ലാവരെയും നോക്കണ്ടേ, അപ്പം അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നും പറഞ്ഞതേ നമ്മുടെ കൃഷ്ണയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ചേച്ചി അനിയത്തിക്കുട്ടിയും കൂടെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം നിന്നിട്ട് കയറിപ്പോയി. ആ സമയത്ത് കൃഷ്ണ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണയെ വിളിച്ചുകൊണ്ട് വൈജ അങ്ങോട്ടേക്ക് വന്നു. വൈജ വന്നിട്ട് കൃഷ്ണയോട് ചോദിച്ചു, എന്താടി നിൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന്, അച്ഛൻ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ അമ്മയുടെ പുറകെ ചെല്ലുക കേട്ടോ. അമ്മയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടക്കുക. നീ ഇങ്ങ് വന്നേ വാ എന്നും പറഞ്ഞതിനെ വിളിക്കുക. അതെന്താ അങ്ങനത്തെ കൃഷ്ണയെ വിളിച്ച് അടുത്തുകൊണ്ടേ നിർത്തി. ഇപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അപ്പോൾ റിസോർട്ടിലായിരുന്നു. ഏത് റിസോർട്ടിൽ? അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ്റെ കയ്യിൽ ബില്ല് കാണും, ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം എനിക്ക് ബില്ലും പുല്ലും ഒന്നും അല്ല വേണ്ടത്. റിസോർട്ടിൽ ചെന്നിട്ട് അവിടെ എന്നതായിരുന്നു ഉദ്യോഗം എന്ന് ചോദിച്ചു. അവിടെ എന്നാ ഉദ്യോഗം, ഞങ്ങൾ ഫുഡ് കഴിച്ചു, റിലാക്സ് ചെയ്തു, സംസാരിച്ചു, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കിടന്നുറങ്ങി. 2 റൂമിലോ അതോ ഒരൊറ്റ റൂമിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വലിയ മുറി, ഞങ്ങൾ 3 പേരും കൂടെ അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അവളെ നിങ്ങളുടെ റൂമിൽ തന്നെ കിടത്തിയോ? പിന്നെ അല്ലാണ്ട് പിന്നെ അവിടെ കിടത്താനാണെന്ന് കൃഷ്ണ ചോദിച്ചു. അലീന നിങ്ങളുടെ കൂടെയാണ് കിടന്നത്? അതെ, വലിയ കിങ് സൈസ് ബെഡല്ലേ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലവും ഉണ്ട്. ഞാനും അലീന ചേച്ചിയും കൂടെ ഒരു പകുതി എടുത്തും ബാക്കി പകുതി അച്ഛനും കൊടുത്തെന്ന് പറഞ്ഞു. അച്ഛൻ ഏത് സൈഡിലാണ് കിടന്നതെന്നൊക്കെ അമ്മ മോനോട് ചോദിക്കും. അതേ അമ്മേ, എന്നെ വെറുതെ പൊട്ടിയാക്കാൻ നോക്കരുത്. അപ്പം നീ പൊട്ടിയായതുകൊണ്ടല്ലേ ഇത്രയും ദിവസം അവരുടെ കൂടെ റിസോർട്ടിൽ താമസിച്ചെന്ന് ചോദിക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ചോദിച്ചു. അച്ഛനും അലീന ചേച്ചി അവിടെ ഇട്ടിട്ട് പോരണമായിരുന്നു എന്ന് കൃഷ്ണ ചോദിച്ചു. അപ്പോൾ നിനക്ക് അച്ഛനോട് പറയായിരുന്നല്ലോ, അച്ഛാ എനിക്ക് സ്കൂളിൽ പോകണം, എൻ്റെ ക്ലാസ് മിസ്സാവും, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ നീ പറഞ്ഞോന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് അവിടെയും കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൃഷ്ണ. അപ്പോൾ എവിടെ എന്ത് പഠിക്കാൻ? കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സ്കൂളിലെ ക്ലാസ്സുകൾ മിസ് ചെയ്തതുകൊണ്ടേ നഷ്ടമൊന്നും എനിക്ക് വന്നിട്ടില്ല അമ്മയെന്ന് പറയാം. അതിനേക്കാളും വലിയ ക്ലാസ്സുകളായിരുന്നു അവിടെയെന്നും പറഞ്ഞു. റിസോർട്ടിലോ? അച്ഛൻ്റെ അലീനയുടെ വക സ്റ്റഡി ക്ലാസ് ആയിരിക്കും, അമ്മയ്ക്കെതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്യണമെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലമ്മേ, ഞാനും അമ്മയും ഇവിടെയുള്ളവരൊന്നും അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃഷ്ണ പറയുമ്പം ചുരുക്കി പറഞ്ഞ അച്ഛനും അലീനയും കൂടെ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വശത്തേക്കാക്കിയല്ലേ, അല്ലെങ്കിലും ഞാൻ അവരുടെ പക്ഷത്ത് തന്നെ ആയിരുന്നല്ലോ എന്ന് കൃഷ്ണ അന്നേരം പറഞ്ഞു. അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോയാൽ ഇവിടുത്തെ വഴക്ക് തീരും എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അലീന ചേച്ചിയെ പറഞ്ഞയക്കാൻ കൂട്ടുനിന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റ്. എന്നാ മനസ്സിലായിന്ന്. അലീന ചേച്ചിയെ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടായിരുന്നു. അച്ഛനോട് ഒരിക്കലും അമ്മ വഴക്കടിക്കാനും പാടില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിലേ പതിയെ എല്ലാ പ്രശ്നങ്ങളും തേഞ്ഞു മഞ്ഞു പോവില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം നിനക്ക് എന്നാ അറിയാം, നീ ആരാണെന്ന് വിചാരിച്ച വലിയ വർത്താനം പറയുന്നതെന്ന് വൈജ മോളോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഒന്ന് മാത്രം ചെയ്താൽ മതി, അച്ഛനോട് വഴക്കടിക്കാൻ പോവല്ലേ. പിന്നെ അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട, അമ്മയെ ദ്രോഹിക്കല്ലേ, വലിയ തെറ്റാത്, അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണെന്ന് പറയുമ്പം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായിടി. അന്നേരം അമ്മ പ്ലീസ് ഇങ്ങനെ തന്നെ എല്ലാം അങ്ങ് പോട്ടെ, അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലതെന്ന് കൃഷ്ണ പറഞ്ഞു. അച്ഛന് മാറാൻ പറ്റത്തില്ല, അച്ഛൻ ഇതിൽ കൂടുതൽ ടോളറേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അലീന ചേച്ചിക്ക് വീട്ടിൽ നിന്ന് പോകാനും പറ്റത്തില്ല. അപ്പോൾ അവളെ ആരെങ്കിലും ചങ്ങലക്കിട്ടേക്കുവാണോടി? പോകാൻ വയ്യാത്തതിന് കാരണം വേണ്ടേന്ന് ചോദിച്ചു. അമ്മ സ്വന്തം മക്കളെയും ജോലിയെയും നോക്കി ഈശ്വരെ മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ കയറി ഇരിക്കുന്ന വിഷം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അടങ്ങിയിരിക്കമ്മേ, അല്ലാതെ വേറെ വഴിയൊന്നും ഇതിനകത്തില്ല എന്ന് പറയുമ്പം ഇതാണ് നിനക്ക് കിട്ടിയ സ്റ്റഡി ക്ലാസ് അല്ലേടി എന്ന് അമ്മ മോളോട് ചോദിക്കുക. എന്നും പറഞ്ഞ് കൃഷ്ണ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശരി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് അകത്തേക്ക് കയറി പോണു. കൃഷ്ണ അവിടെ നിൽക്കുന്നു. മോള് നേരെ അമ്മയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അതും വൈജ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക. അമ്മ അറിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അറിഞ്ഞെന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ അവളെ ദത്തുപുത്രിയായിട്ട് പ്രതിഷ്ഠിച്ചു. അതവൻ എന്നോട് പറഞ്ഞായിരുന്നു. 19ാമത്തെ അടവാ അത്. വേലക്കാരിയാണെങ്കിലല്ലേ പിരിച്ചുവിടേണ്ടി വരത്തുള്ളൂ. ദത്തുപുത്രിയുടെ വേഷം കെട്ടിയാൽ പിന്നെ ഒരിക്കലും അവളെ ആരും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കത്തില്ലല്ലോ എന്ന് പറയുക. അതിനെ കണ്ടുപിടിച്ച ബുദ്ധിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ അവന് പെൺമക്കൾ ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരെണ്ണത്തിന് ദത്തെടുത്തതെന്ന് അമ്മ ഇവിടെ ചോദിക്കുക. കുറച്ചു മുമ്പ് എന്താ അമ്മ പറഞ്ഞത്?
മകളായി പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാനത് ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞ അമ്മ ഇപ്പം ദേ നമ്മുടെ വൈജയോട് ഈ തരത്തിൽ പറയുന്നു. അപ്പം എന്തിനു ദത്തെടുത്തു? ചുമ്മാ പറയുന്നതല്ലേ അമ്മേ എന്ന് മോൾ അമ്മയോട് ചോദിക്കുക. ദത്തെടുത്തെന്ന് പറഞ്ഞാൽ ദത്തുപുത്രി ആവുമോ? അതിന് കുറേ നിയമങ്ങളും നൂലാമാലകളും ഒക്കെ ഉണ്ട്. ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഓരോ അഭ്യാസങ്ങൾ ഇറക്കുന്നതാണെന്ന് പറയുമ്പം ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് ഇവിടം വരെ എത്തിച്ചത് നീയാണെന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ എന്നാ ചെയ്തെന്നാ എന്ന് മോൾ അമ്മയോട് ചോദിക്കുമ്പം ആ പെണ്ണ് ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് ആ മൂലയ്ക്ക് പോയി ചുരുണ്ടുകൂടി കിടന്നുകൊണ്ടിരുന്നല്ലേടി, അത് അങ്ങനെ തന്നെ ഇനിയും കഴിഞ്ഞു പോകില്ലായിരുന്നു. അതിനെ കുത്തിയും ചവിട്ടിയും മാന്തിയും ഒടുക്കം ദത്തുപുത്രിയുടെ സ്ഥാനത്ത് നീ എത്തിച്ചില്ലേ എന്ന് ചോദിച്ചു. അവളിവിടെ പൊത്തുപുത്രിയായിട്ട് ഇരുന്നോട്ടെ, വൈജയന്തിയെ അങ്ങ് പോവുക എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ അന്തം വിട്ട് മോളെ നോക്കുക. നീ അങ്ങോട്ട് പോവാനാന്ന് ചോദിച്ചു. ഞാൻ അവളുടെ ദാസിയായിട്ട് ഇവിടെ താമസിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്ക് തരം താഴ്ന്നവളല്ല വൈജയന്തി. അപ്പം നീ ചുമ്മാ മണ്ടത്തരമൊന്നും കയറി കാണിച്ചേക്കല്ലേ പെണ്ണെ. അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരിക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഗതികേടല്ലേ. അവനവൻ്റെ വീടോ? ഇതിപ്പോൾ എൻ്റെ വീടല്ല, എൻ്റേതായിരുന്നു. ബാലചന്ദ്രൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അന്നു മുതൽ ആ നശിച്ചവളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന ആ ദിവസം വരെ ഇതെൻ്റെ വീടായിരുന്നു. അന്നു മുതൽ ഇതെൻ്റെ വീടല്ല. പിന്നെ ഇത് ആരുടെ വീടാ? ബാലചന്ദ്രൻ ആരെയാണോ വേണ്ടത് അവളുടെ വീടാണെന്ന് വൈജ പറയുമ്പോൾ എടി ബാലചന്ദ്രന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്നാത്തിനാമേ പറയുന്നേ? പ്രവൃത്തിയിലൂടെ പറഞ്ഞും കാണിച്ചും ചെയ്തുമൊക്കെ തന്നില്ലേ? ബാലചന്ദ്രൻ്റെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഉണ്ട് നിന്നെ വേണ്ട, നിന്നെ ഈ വീടിന് ആവശ്യമില്ല എന്നുള്ളത്. നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കല്ലേ വൈജേ. അമ്മ ഉൾപ്പെടെ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തില്ലേ? അവൾ പാവുക, നിഷ്കളകിയ, പുണ്യാളത്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ആരായി, അവൾ ആരായി? അപ്പോൾ വൈജേ, നീ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് കുറേയൊക്കെ എന്ന് പറഞ്ഞപ്പം അന്നും ഇന്നും എനിക്കാണല്ലോ കുറ്റം മൊത്തം എന്ന് വൈജ ചോദിക്കുക അമ്മയോട്. അന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും എൻ്റെ 3 ആങ്ങളമാരോടും കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എനിക്ക് ആരെയും കല്യാണം കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്ന് വൈജ അമ്മയോട് ചോദിക്കുക. അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവില്ലായിരുന്നു എന്നും ചോദിച്ചു. എല്ലാവരും കൂടി നിർബന്ധിച്ച് കെട്ടിവെച്ചതല്ലേ എൻ്റെ തലയിലോട്ടെന്നൊക്കെ ചോദിക്കുവാണേ. നിങ്ങളെല്ലാവരും കൂടി ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വൈജ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് കണ്ണുനീരൊക്കെ തുടച്ച് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് വൈജ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. എനിക്കിത് വേണ്ടായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഹെടി കൊല്ലം 10-22 കഴിഞ്ഞു പോയില്ലേ, ഇപ്പോഴാണോ പറയുന്നത് വേണ്ടായിരുന്നു എന്ന്? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇല്ലേ? ആരും വന്നത് കേട്ടില്ലല്ലോ. അന്നേരം എടി നീ വേറൊരു വഴിക്ക് ചിന്തിച്ചു നോക്ക്. നിങ്ങളെല്ലാവരും കൂടെ അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വാശിക്ക് ബാലചന്ദ്രൻ പോയി അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. അത്രയല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അവൻ്റെ സ്ഥാനത്ത് കുഞ്ഞിരാമേട്ടനായിരുന്നെങ്കിലും വിളിച്ചോണ്ട് വരിക മാത്രമല്ല ഒരു പത്തലെടുത്തോണ്ടൊന്ന് എല്ലാത്തിനും പോറമഴ അടിച്ച് നേരപ്പാക്കും കൂടെ ചെയ്തേനെ. എടി ബാലചന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് അമ്മ. അപ്പോഴും വൈജയ്ക്ക് കുറ്റം മൊത്തം ബാലൻ്റെ ഭാഗത്തോ അലീനയുടെ ഭാഗത്തോട്ട് നിൽക്കും. ഇനി നിങ്ങളെല്ലാവരും കൂടി അവളെ അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടി ദത്തുപുത്രിയാണെന്ന് പറഞ്ഞ് അത്രയല്ലേ ഉള്ളൂ എന്നും അമ്മ വൈജയോട് ചോദിക്കുക. അവളുടെ തലയിലോട്ട് കിരീടം എടുത്തു വെച്ചോ? പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചോ? വീട് സ്ഥലവും അവളുടെ പേരിലോട്ട് എഴുതി കൊടുത്തോ? അപ്പം അതൊക്കെ ചെയ്യൂ അമ്മേ. രോഹിയെയും ബബിതയും കൃഷ്ണമോളയും പോലെ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എടി വാ കൊണ്ട് എന്നതാടി പറയാൻ മേലാത്തേ? ശരിക്കും എന്നതാ നടക്കാൻ പോയത്, എന്നതാ നടക്കുന്നത്? നീ ഒന്ന് പറഞ്ഞേ. അവൾ ഇവിടുത്തെ സകല ജോലിയും ചെയ്ത് ആ മൂലയ്ക്ക് പോയി ചുരുണ്ട് കിടക്കും, അത്രയല്ലേ ഉള്ളൂ. അമ്മ ഇനി എന്നെല്ലാം പറഞ്ഞാലും ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞു. ശിവേട്ടനെയും രാജീവേട്ടനെയും ഞാൻ വിളിക്കുന്നുണ്ട്. അവരോടും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, എൻ്റെ മക്കളെയും ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ നിന്ന് വലിയ തീരുമാനമൊക്കെ എടുക്കുക. വൈജയന്തിയെ തോൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വൈജ എന്തോ ജയിച്ച ഭാവത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.